ഈജിപ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. അതിൽ പിരമിഡുകളും മമ്മികളും മരുഭൂമിയുമൊക്കെ ഉണ്ടാവും. രഹസ്യങ്ങളുടെ ഒരു കലവറയായി ഈജിപ്ഷ്യൻ മണ്ണിനെ വിലയിരുത്തുന്നവർ ധാരാളമുണ്ട്. മിത്തുകളെയും അന്യഗ്രഹ ജീവികളെയുമൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ചൂടപ്പം പോലെ വിറ്റഴിയുന്ന കഥകൾക്കൊന്നും തീരെ പഞ്ഞമില്ല. അവയിങ്ങനെ അനർഘ നിർഗളമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യവും മിഥ്യയും കൂടിക്കലർന്ന പടപ്പുകൾ. വർഷം 1923. ജോർജ് ഹെർബർട്ട് എന്നു പേരുള്ള ധനികനായ ഒരു ബ്രിട്ടീഷുകാരന്റെ മരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലോകം അറിയുകയുണ്ടായി. ആ മരണവാർത്തയേക്കാൾ ആളുകളിൽ നടുക്കമുളവാക്കിയത് ആ മരണത്തിനുള്ള കാരണമായിരുന്നു. ഒരു കൊതുക് കടിച്ചതിലൂടെ ഉണ്ടായ ഇൻഫെക്ഷൻ പിന്നീട് സെപ്റ്റിസീമിയയ്ക്കും ന്യൂമോണിയയ്ക്കും കാരണമാവുകയും അതുവഴി മരണം സംഭവിക്കുകയുമായിരുന്നു. എന്തുകൊണ്ടാണ് അന്ന് ഈ ഒരു മരണവും അതിനു പിന്നിലുള്ള കാരണവും ലോകം തെല്ലൊരു ഭയത്തോടുകൂടി ചർച്ച ചെയ്തത്? അതിനൊരു കാരണമുണ്ട്. പുരാതന ഈജിപ്തിലെ 18ാമത് രാജവംശത്തിലെ 13ാമത്തെ ഫറവോ ആയിരുന്നു തുത്തൻഖാമുൻ. ദ ബോയ് കിങ് എന്നും കിങ് തുത്ത് എന്നുമൊക്കെ വിളിപ്പേരുകൾ ഉള്ള ഫറവോ 1330 മുതൽ 1324 BC-ക്ക് ഇടയിലുള്ള ഏതാണ്ട് 10 വർഷക്കാലത്തോളം അദ്ദേഹം ഈജിപ്തിനെ നയിച്ചു. അഖിനദൻ എന്ന ഫറവോയും പേര് വ്യക്തമല്ലാത്ത ദ യങ്ങർ ലേഡി എന്ന് വിളിപ്പേരുള്ള ഒരു സ്ത്രീയുമായിരുന്നു തുത്തൻഖാമുന്റെ മാതാപിതാക്കൾ. അഖിനദന് 4-5 സഹോദരിമാർ ഉണ്ടായിരുന്നത്രേ. അതിൽ നെബറ്റിയ, ബെക്കറ്റൻ എന്നീ പേരുകളുള്ള 2 സഹോദരിമാർ ഉണ്ടായിരുന്നു. അവരിൽ ആരോ ഒരാളാണ് തുത്തൻഖാമുന്റെ അമ്മയായ ദ യങ്ങർ ലേഡി എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതായത് തുത്തൻഖാമുന്റെ അച്ഛനും അമ്മയും സഹോദരന്മാരായിരുന്നു. പക്ഷേ അഖിനദന്റെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളുമൊന്നും സഹോദരന്മാർ ആയിരുന്നില്ല. അഖിനദന്റെ 2ാം ഭാര്യ ആയിരുന്നു ഇപ്പറഞ്ഞ യങ്ങർ ലേഡി. അഖിനദന്റെ 1ാം ഭാര്യയുടെ പേര് നെഫർട്ടിറ്റി എന്നായിരുന്നു. തന്റെ അച്ഛനായ അഖിനദനെ പോലെ നെഫർട്ടിറ്റിയുടെ മകളായ അൻഖൻസനാമുൻ എന്നു പേരുള്ള തന്റെ അർദ്ധ സഹോദരിയാണ് തുത്തൻഖാമുൻ പിന്നീട് വിവാഹം കഴിച്ചത്. അന്നത്തെ കാലത്ത് രാജകുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ സാധാരണമായിരുന്നു. അൻഖൻസനാമുൻ രാജകുമാരിയിൽ തുത്തൻഖാമുന് 2 പെൺകുട്ടികൾ പിറക്കേണ്ടതായിരുന്നു. പക്ഷേ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ ആ ഗർഭസ്ഥ ശിശുക്കൾ മരണമടയുകയാണ് ഉണ്ടായത്. 5-7 ആഴ്ചകൾ മാത്രം പ്രായമുള്ള അവസ്ഥയിലാണ് ആ കുട്ടികൾ മരണമടയുന്നത്. അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ഫീറ്റസുകൾ അഥവാ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടുന്ന പോഷകങ്ങൾ ലഭിക്കുന്നത് അമ്മയുടെ പ്ലാസന്റയിൽ നിന്നാണ്. പ്ലാസന്റയിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ അംബിളിക്കൽ കോർഡ് അഥവാ പൊക്കിൾക്കൊടി വഴി കുട്ടികളിലേക്ക് എത്തും. എന്നാൽ ഒരമ്മയുടെ വയറ്റിൽ ഇരട്ടക്കുട്ടികളാണ് ഉള്ളതെങ്കിൽ ആ 2 കുട്ടികളും പോഷകങ്ങൾക്കായി ആശ്രയിക്കുക ഒരേ പ്ലാസന്റയെ ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രം നല്ലതുപോലെ പോഷക ഘടകങ്ങൾ ലഭിക്കുകയും മറ്റേ കുട്ടിക്ക് ലഭിക്കാതെ വരികയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രം എന്ന അവസ്ഥയ്ക്ക് കാരണമായി കുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയേക്കാം. തുത്തൻഖാമുന്റെ കുട്ടികളുടെ മരണത്തിന് പിന്നിലുള്ള കാരണം ഇതായിരിക്കും എന്നുള്ള ഒരു തിയറിയുണ്ട്. അസ്ഥികളുടെ വികാസം ശരിയാവണ്ണം നടക്കാത്ത അവസ്ഥ അഥവാ സ്കെലിറ്റൽ ഡിസ്പ്ലാസിയ കാരണമാണ് ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു വാദം കൂടിയുണ്ട്. തന്റെ കുട്ടികളുടെ മരണം പോലെ ദുരൂഹതകൾ നിറഞ്ഞ മരണമായിരുന്നു തുത്തൻഖാമുന്റേതും. ഏകദേശം 3330 വർഷങ്ങൾക്ക് മുൻപ് 18 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണകാരണം മലേറിയ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. 5 അടി 4 ഇഞ്ച് ഉയരക്കാരനായിരുന്നു കിങ് തുത്ത്. തുത്തൻഖാമുന്റെ ഭൂരിഭാഗം ചിത്രങ്ങളും പ്രതിമകളും ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദണ്ടുള്ളതായി കാണാൻ കഴിയും. ഇത് ഊന്നുവടിയോ ചെങ്കോലോ ആയിരിക്കണം. ഊന്നുവടിയാകാനാണ് കൂടുതൽ സാധ്യത. കാരണം അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ നിന്നും ഉരഞ്ഞ് തേഞ്ഞതും പാടുകളും പോറലുകളും ഉള്ളതുമായ നിരവധി വോക്കിംഗ് സ്റ്റിക്കുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തുത്തൻഖാമുന്റെ തലയോടിന്റെയും താടിയെല്ലുകളുടെയും പല്ലുകളുടെയും എല്ലാം ക്രമീകരണത്തിലും രൂപത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയ തോതിൽ മുച്ചുണ്ട് അഥവാ ക്ലെഫ്റ്റ് പാലേറ്റ് ഉണ്ടായിരുന്നത്രേ. മാത്രമല്ല അദ്ദേഹത്തിന്റെ കീഴ്ത്താടിയെല്ല് മുകളിലെ താടിയെല്ലിനേക്കാൾ ഒരൽപ്പം പിറകിലേക്ക് ഇറങ്ങിയ അവസ്ഥയിൽ ഉള്ളതായിരുന്നു. മാൻഡിബുലാർ റിട്രോഗ്നാത്തിസം എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്ന പേര്. ഇതൊക്കെ കാരണം അദ്ദേഹത്തിന്റെ പല്ലുകൾ നിരതെറ്റിയാണ് കാണപ്പെട്ടിരുന്നത്. ഈ അവസ്ഥകളെയൊക്കെ പൊതുവായി ക്രാനിയോഫേഷ്യൽ ഡിസ്മോർഫിസംസ് എന്നാണ് വിളിക്കുന്നത്. തുത്തൻഖാമുന്റെ ചില പ്രതിമകളിലും കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ശില്പങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന്റെ തലയുടെ പിറകുഭാഗം സ്വല്പം നീണ്ടിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ബ്രാക്കിസെഫാലി എന്ന് വിളിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഇത്. ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ തലയോടിന്റെ വികാസം ശരിയായ രീതിയിൽ നടക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇത്. ക്രാനിയോസൈനോസ്റ്റോസിസ് എന്ന് ഇതറിയപ്പെടുന്നു.
പുരുഷന്മാരിൽ മാറിടങ്ങൾക്ക് അസാധാരണമായി വലിപ്പം വെക്കുന്ന അവസ്ഥയായ ഗൈനക്കോമാസ്റ്റിയ തുതൻഖാമൂനും പ്രകടിപ്പിച്ചിരുന്നു. തുതൻഖാമുനെ കൂടാതെ അദ്ദേഹത്തിന്റെ അച്ഛനായ അഖിനദനും ഒപ്പം 18ാമത് ഈജിപ്ഷ്യൻ രാജവംശത്തിലെ മറ്റു ചില ഫറവോമാർക്കും പാരമ്പര്യമായി ഗൈനക്കോമാസ്റ്റിയയും ഒപ്പം മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇവിടം കൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ. മുൻപ് പറഞ്ഞ മെഡിക്കൽ കണ്ടീഷനുകൾക്ക് പുറമെ നട്ടെല്ലിന് വളവുണ്ടാകുന്ന രോഗമായ കൈഫോസ്കോളിയോസിസ്, സാധാരണയിൽ നിന്നും വിഭിന്നമായി പരന്ന കാൽപാദമുണ്ടാകുന്ന രോഗമായ ഫ്ലാറ്റ് ഫൂട്ട് അഥവാ പെസ്പ്ലനസ് എന്നിങ്ങനെ നിരവധി രോഗങ്ങളും ഒരു ശാപമെന്നോണം തുതൻഖാമുനെ അലട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ വലതു കാലിൽ ഫെലാഞ്ചസ് എന്നു പേരുള്ള 1-2 അസ്ഥികൾ കുറവായിരുന്നു. ഇടതുകാൽ വിരലുകളിലെ മെറ്റാടാർസൽ അസ്ഥികൾ വേണ്ടത്ര പോഷകം കിട്ടാതെ ക്ഷയിച്ചിരുന്നു. ഇതിനൊക്കെ പുറമെ മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപ് അദ്ദേഹത്തിന്റെ വലതു കാൽമുട്ടിൽ ഒരു ഒടിവുണ്ടായിരുന്നു. ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാൾ, സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വേദന അയാൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകണം. തുതൻഖാമുന്റെ മരണത്തിനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച ധാരാളം കഥകൾ നിലവിലുണ്ട്. ദുരൂഹതകൾ ചൂഴുന്ന കഥകളാണ് ഇവയിലേറെയും. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന പരാദജീവി ഉണ്ടാക്കുന്ന മലേറിയയും ഒപ്പം കാലിലെ അസ്ഥികളെ ബാധിക്കുന്ന മോർബസ് കോലർ ഫ്രിബർഗ് എന്ന ഒരു രോഗത്തിന്റെ ആധിക്യവും കാരണമാണ് അദ്ദേഹം മരിച്ചത് എന്ന പഠനങ്ങളിൽ പറയുന്നു. 2024 പുറത്തുവന്ന ഒരു ഗവേഷണ പ്രബന്ധത്തിൽ മലേറിയയും അതുമൂലമുണ്ടായ സ്പ്ലിനിക് റപ്ചറുമാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയുടെ അടിസ്ഥാനമായ ഒരവയവമാണ് സ്പ്ലീൻ. തീവ്രമായ ഇൻഫെക്ഷനുകൾ ഉണ്ടായാൽ സ്പ്ലീൻ വീർക്കുകയും പൊട്ടുകയും ചെയ്യാം. ഇതിനെയാണ് സ്പ്ലെനിക് റപ്ചർ എന്ന് വിളിക്കുന്നത്. മരണശേഷം മറ്റുള്ള ഫറവോകളുടെ മൃതദേഹങ്ങൾ മമ്മികളാക്കി സൂക്ഷിക്കുന്നത് പോലെ തുതൻഖാമുന്റെയും മൃതദേഹം ഒരു മമ്മിയാക്കി സൂക്ഷിക്കപ്പെട്ടു. നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ലക്സർ എന്ന ഈജിപ്ഷ്യൻ പട്ടണത്തിന് അടുത്തുള്ള ദ വാലി ഓഫ് കിങ്സ് എന്ന നെക്രോപോളിസ് അഥവാ സെമിത്തേരിയിൽ KV62 എന്നൊരു ശവകുടീരമുണ്ട്. ആ ശവകുടീരത്തിലാണ് തുതൻഖാമുന്റെ മമ്മി കൊല്ലങ്ങളോളം ആരാലും കണ്ടെടുക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കപ്പെട്ടത്. മണ്ണിനടിയിലായി ആ ശവകുടീരത്തിന് 4 അറകൾ ഉണ്ടായിരുന്നു. സ്റ്റെപ്പുകൾ ഇറങ്ങി 1-ാം വാതിൽ തുറന്ന് ഒരു ടണൽ വഴി വേണം ആ ശവകുടീരത്തിലേക്ക് കടക്കാൻ. ഈ ടണലിലൂടെ സഞ്ചരിച്ച് എത്തുന്നത് കല്ലറയുടെ 2ാമത്തെ വാതിലിന്റെ അടുക്കലേക്ക് ആണ്. കനത്ത മഴയുടെയും അതേ തുടർന്ന് ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങളുടെയും ഫലമായി ശവകുടീരത്തിലേക്കുള്ള തുരങ്കം കല്ലും മണ്ണും കയറി അടഞ്ഞുപോയിരുന്നു. മാത്രമല്ല ആ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ള കല്ലും മണ്ണുമൊക്കെ പെട്ടെന്ന് ഇടിഞ്ഞു വീഴുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. തുതൻഖാമുന്റെ കല്ലറയിലെ ഏറ്റവും വലിയ അറയായ ആന്റേ ചേംബർ എന്ന അറയിലേക്കാണ് ടണലിന്റെ അങ്ങേ തലക്കിലുള്ള 2ാമത്തെ വാതിൽ തുറക്കുന്നത്. ഒരു വീട്ടിലെ സ്വീകരണ മുറിയോട് ഉപമിക്കാൻ കഴിയുന്ന അറയാണ് അത്. ആന്റേ ചേംബർ എന്ന ഈ അറയുടെ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞൻ അറയാണ് അനക്സെ. ശവകുടീരത്തിന്റെ 4ാമത്തെ വാതിൽ തുറക്കുന്നത് ഈ ചെറിയ സ്റ്റോർ റൂമിലേക്കാണ്. ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം എല്ലാ മനുഷ്യർക്കും ഒരു മരണാനന്തര ജീവിതം അഥവാ ആഫ്റ്റർ ലൈഫ് ഉണ്ട്. ഇത് പ്രകാരം മരണമടഞ്ഞ ഫറവോയുടെ പരലോകവാസത്തിന് ഉപകരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളും വീഞ്ഞും ഫർണിച്ചറുകളും ആയുധങ്ങളും ഒപ്പം അവർ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റ് വസ്തുക്കളും ഒക്കെ സൂക്ഷിക്കുന്നത് അനക്സെ എന്ന ഈ അറയിലാണ്. അപ്പോൾ ശവകുടീരത്തിന്റെ 3-ാം വാതിൽ അത് തുറക്കുന്നത് എങ്ങോട്ടാണ്? അത് തുറക്കുന്നത് ഈ ശവകുടീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറയിലേക്കാണ്. സെപ്പൾക്രേ ഹാൾ എന്ന് വിളിക്കുന്ന ഈ അറയിൽ സാർക്കോഫാഗസ് എന്ന് വിളിക്കുന്ന ശവപ്പെട്ടിയിലാണ് തുതൻഖാമുന്റെ മമ്മി ഉണ്ടായിരുന്നത്. ഈ അറയോട് ചേർന്ന് മറ്റൊരു കുഞ്ഞൻ അറ കൂടി ഉണ്ടായിരുന്നു, നിധി സൂക്ഷിക്കുന്ന അറ. തുതൻഖാമുന്റെ ശവകുടീരത്തിൽ നിന്നും 5000-ൽ പരം വസ്തുക്കൾ കണ്ടെടുക്കപ്പെട്ടിരുന്നു. അതിൽ അന്യൂബിസിനെ പോലെയുള്ള ദൈവങ്ങളുടെ പ്രതിമകളും വഞ്ചികളുടെ രൂപങ്ങളും ലിനൻ കൊണ്ടും മറ്റും നിർമ്മിക്കപ്പെട്ട വസ്ത്രങ്ങളും ആഹാര പദാർത്ഥങ്ങളും വൈനും ആഭരണങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും രഥങ്ങളും കാർഷിക ഉപകരണങ്ങളും ആയുധങ്ങളും ഫർണിച്ചറുകളും ഒക്കെ ഉണ്ടായിരുന്നു. തുതൻഖാമുന്റെ ശവകുടീരത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സ്പൈസാണ് കരിഞ്ജീരകം. സാധാരണ ഫറവോകളുടെ മമ്മികൾക്ക് സ്വർണം കൊണ്ടുള്ള ഒരു മാസ്ക് ഉണ്ടാവും. തുതൻഖാമുന്റെ മമ്മിക്കും അത്തരത്തിലൊരു സ്വർണ്ണ മുഖംമൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൊഫിൻ അഥവാ ശവപ്പെട്ടിയുടെ ചില ഭാഗങ്ങളും സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഇത്തരത്തിൽ അളവറ്റ ധനത്തിന്റെ ഒരു ശേഖരം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരം. ഇതും മോഹിച്ച് എത്രയെത്ര മോഷ്ടാക്കളും കവർച്ചക്കാരും പദ്ധതികൾ മെനഞ്ഞിട്ടുണ്ടാകും. പൈൻ പോലെയുള്ള മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന റെസിൻ എന്ന് വിളിക്കുന്ന സുഗന്ധമുള്ള ഒരു തരം മരക്കറയുണ്ട്. ഇത്തരത്തിൽ ജൂണിപ്പർ എന്ന മരം ഉൽപ്പാദിപ്പിക്കുന്ന റെസിൻ ആണ് ജൂണിപ്പർ. അതുപോലെ ബോസ്വെല്ലിയ പപ്പേറിഫെറ എന്ന മരം ഉണ്ടാക്കുന്ന റെസിനാണ് ഫ്രാങ്കിൻസെൻസ്. സൂക്ഷ്മജീവികൾക്കും ഷഡ്പദങ്ങൾക്കും ഈ റെസിനുകളെ ആക്രമിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ റെസിനുകൾ ഉരുക്കി മൃഗക്കൊഴുപ്പുമായും സസ്യ എണ്ണകളുമായുമൊക്കെ സംയോജിപ്പിച്ച ശേഷം തുതൻഖാമുന്റെ മമ്മിയെ എംബാം ചെയ്ത് പൊതിഞ്ഞ് സംരക്ഷിക്കാനായി ഉപയോഗിച്ചിരുന്നു.
പൊതുവെ മമ്മിഫിക്കേഷന്റെ ഭാഗമായി അത് ചെയ്യുന്ന ആളുകൾ ശവശരീരത്തിൽ നിന്നും കരൾ, ശ്വാസകോശം, ആമാശയം, കുടൽ എന്നിവ സസൂക്ഷ്മം എടുത്തുമാറ്റി കനോപ്പിക് ജാർസ് എന്ന് വിളിക്കുന്ന വ്യത്യസ്ത ഭരണികളിലാക്കി സൂക്ഷിക്കും. ഇത്തരത്തിൽ മനുഷ്യന്റെ രൂപമുള്ള കനോപ്പിക് ജാറിലാണ് മമ്മിയുടെ കരൾ കാത്തു സൂക്ഷിക്കുന്നത്. കുറുനരിയുടെ രൂപത്തിലുള്ള കനോപ്പിക് ജാറിലാണ് ആമാശയം സൂക്ഷിക്കുന്നത്. കുരങ്ങിന്റെ രൂപമുള്ള കനോപ്പിക് ജാറിലാണ് ശ്വാസകോശം സൂക്ഷിക്കുക. അതുപോലെ പക്ഷിയുടെ രൂപമുള്ള ഭരണിയിലാണ് കുടലുകൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഹൃദയമോ? അഴുകാതെ ഇരിക്കാനുള്ള മരുന്നുകൾ പുരട്ടിയ ഹൃദയം മമ്മിക്കൊപ്പം തന്നെയാണ് സൂക്ഷിക്കുന്നത്. തുതൻഖാമുന്റെ കല്ലറയിലും ഇത്തരത്തിലുള്ള കനോപ്പിക് ജാറുകൾ കാണാമായിരുന്നു. ഇതിനെല്ലാം പുറമെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. തുതൻഖാമുന്റെ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മരണപ്പെട്ട 2 പെൺകുട്ടികളുടെയും മമ്മികളെ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിലെ നിധികൾ സൂക്ഷിക്കുന്ന അറയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. പരലോകത്ത് വെച്ചെങ്കിലും അവർ ഒരുമിക്കട്ടെ എന്ന് കരുതി ചെയ്തതായിരിക്കും ഇത്. ആ കുഞ്ഞു മമ്മികളിൽ ഏറ്റവും ചെറുതിന് 25 സെന്റിമീറ്ററിലധികം നീളമുണ്ടായിരുന്നു. 317A എന്നാണ് അത് അറിയപ്പെട്ടത്. ഈ മമ്മിക്ക് പുരികങ്ങളോ കൺപീലികളോ ഉണ്ടായിരുന്നില്ല. കൂടാതെ അതിനൊപ്പം അതിന്റെ പൊക്കിൾക്കൊടിയും ഉണ്ടായിരുന്നു. വലിയ മമ്മിക്ക് ആകട്ടെ 36 സെന്റിമീറ്ററോളം നീളം ഉണ്ടായിരുന്നു. 317B എന്നാണ് അത് അറിയപ്പെട്ടത്. ഈ മമ്മിക്കാകട്ടെ പുരികങ്ങളും കൺപീലികളും ഉണ്ടായിരുന്നു. മാത്രമല്ല തലയിൽ മുടിയും ഉണ്ടായിരുന്നു. 1922 നവംബർ മാസം ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന ഹൊവാർഡ് കാർട്ടറും സംഘവുമാണ് തുതൻഖാമുന്റെ KV62 എന്ന ശവകുടീരം കണ്ടെത്തിയത്. ഈ പദ്ധതിക്ക് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സഹായവും നൽകിയത് ജോർജ് ഹെർബർട്ട് ആയിരുന്നു. ഹൊവാർഡ് കാർട്ടറിന്റെ നേതൃത്വത്തിൽ 1923 ഫെബ്രുവരി 17 ശവകുടീരത്തിന്റെ 3ാമത്തെ വാതിൽ തുറന്ന് മമ്മിയിരിക്കുന്ന അറയിലേക്ക് പ്രവേശിച്ചത്. സാർക്കോഫാഗസ് തുറന്നതാകട്ടെ 1926 ഫെബ്രുവരി 3 മമ്മിയെ അടക്കം ചെയ്തിരുന്ന ആ ശവപ്പെട്ടി പൂർണ്ണമായി തുറക്കാൻ സാധിച്ചത് 1926 ഒക്ടോബർ 10 തുതൻഖാമുന്റെ മമ്മി ആദ്യമായി പരിശോധനയ്ക്കായി വിധേയമാക്കിയത് 1926 നവംബർ 11 ആ മമ്മി പരിശോധിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം കണ്ടെത്താനായില്ല. പുനഃപരിശോധനയിൽ അത് മമ്മിയിൽ നിന്ന് വേർപെടുത്തി പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടെത്തപ്പെട്ടു. തുതൻഖാമുൻ ഒസിരിസ് എന്ന ഈജിപ്ഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത്രേ. ഈ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഒരാചാരമെന്നുള്ള നിലയ്ക്കാകാം ഇങ്ങനെ ചെയ്തതെന്ന് കരുതപ്പെടുന്നു. കണ്ടെത്തിയ ദിവസം തൊട്ട് ഇന്നുവരെ തുതൻഖാമുന്റെ മമ്മി CT സ്കാൻ പോലെയുള്ള പല വിധത്തിലുള്ള സ്കാനിങ്ങുകൾക്കും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഇപ്പോഴും വിധേയമായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന നരകയാതനകൾ അനുഭവിച്ച് തളർന്ന ഒരു മനുഷ്യൻ. മരണശേഷവും അയാൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കാൻ സാധിച്ചില്ല. ഒരു കൂട്ടം ആളുകൾ വന്ന് അയാളുടെ കല്ലറ വരെ മാന്തിപ്പൊളിച്ചു. അദ്ദേഹത്തിന്റെ മമ്മി പുറത്തെടുത്ത് പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമായി നിരന്തരം ഉപയോഗിച്ചു. ഇത്രയൊക്കെ ചെയ്ത ആളുകളെ തുതൻഖാമുൻ വെറുതെ വിടുമോ? തുതൻഖാമുന്റെ കല്ലറ കണ്ടെത്താനുള്ള ഹൊവാർഡ് കാർട്ടറുടെയും സംഘത്തിന്റെയും പദ്ധതിയുടെ സാമ്പത്തിക സ്രോതസ് ജോർജ് ഹെർബർട്ട് ആയിരുന്നു. അദ്ദേഹത്തിന്റെയും ഹൊവാർഡ് കാർട്ടറുടെ സംഘത്തിലെ 6ഓളം ആളുകളുടെയും മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അതിനുള്ള കാരണം തുതൻഖാമുന്റെ ശാപമാണെന്നും ഉള്ള കഥകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോഴും അതങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ പിന്നീട് പുറത്തുവന്നു. തുതൻഖാമുന്റെ മരണശേഷം ഈജിപ്തിനെ ആരാണ് നയിച്ചത്? തുതൻഖാമുന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന അൻഖൻ സനാമുന് തന്റെ മുത്തച്ഛനായ ഐ എന്ന ഫറവോയെ വിവാഹം കഴിക്കേണ്ടി വന്നു.